ഒരു ഭാഗത്ത് കല്യാണങ്ങളുടെ പൂരം, മറുഭാഗത്തോ വിവാഹമോചന കേസുകളും പെരുകുന്നു. പണ്ടുള്ള വിവാഹ ജീവിതത്തിൻ്റെ വിശുദ്ധി ഇന്നുള്ള നമ്മുടെ വിവാഹ ജീവിതങ്ങൾക്കുണ്ടോ? പണ്ട് ഇഷ്ടമുള്ള വ്യക്തിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹം നടന്നു, പിന്നെ ജീവിതാവസാനം വരെ അവർ ഒരുമിച്ച്. ഇന്നോ, ഇന്നലെ കണ്ടു, ഇന്ന് കെട്ടി, നാളെ വിവാഹമോചനം. ഈ ഒരു അവസ്ഥയിലാണ് പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ വിവാഹങ്ങളുടെ പോക്ക്. പരിശുദ്ധ അൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് ഇന്നു മുതൽ മരണം വരെ എന്നുള്ള വാഗ്ദാനമൊക്കെ എടുത്ത് പള്ളി വിട്ടിറങ്ങുന്നതിന് മുമ്പേ തുടങ്ങി പ്രശ്നങ്ങൾ. വിവാഹം നടക്കുന്ന പള്ളിയുടെയോ വിവാഹം ആശീർവദിക്കുന്ന പുരോഹിതൻ്റെയോ കുഴപ്പമാണോ അത്? ദൈവത്തോടുള്ള ഭയം ഇന്ന് എവിടെയെല്ലാം കുറഞ്ഞോ അവിടെ പ്രശ്നങ്ങളും ഉടലെടുത്തു തുടങ്ങി. അത് ഇന്ന് കാണുന്ന വിവാഹ ജീവിതങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. വൈദികൻ ആശീർവദിച്ച് നൽകുന്ന ആ താലിയുടെ യഥാർത്ഥ അർത്ഥവും ആഴവും മനസ്സിലാകാതെ പോകുന്നതല്ലേ യഥാർത്ഥ കാരണം? വിവാഹിതരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ ഒന്ന് കേൾക്കണം. എന്തിനാണ് പുരുഷൻ സ്ത്രീയെ താലി കെട്ടുന്നത് എന്ന്? ഇത് വെറും ഒരു ചടങ്ങാണോ, അതോ കല്യാണത്തിന് കൊഴുപ്പ് കൂട്ടുന്ന ഒരു ആചാരമാണോ, അതോ പാരമ്പര്യമാണോ? ഒന്ന് ചിന്തിക്കാം. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ പരിപൂർണമായ ഐക്യത്തിൻ്റെ പ്രതീകമാണ് താലി. വിശ്വസ്തതയിലും സ്നേഹത്തിലും ദമ്പതികൾ പരസ്പരം ഒന്നു ചേരുന്നതിൻ്റെ അടയാളമാണ് താലികെട്ട് സൂചിപ്പിക്കുക. പുരുഷൻ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്നും ജീവിത അവസാനം വരെ സംരക്ഷിച്ചു കൊള്ളാമെന്നും ഇതിലൂടെ വാഗ്ദാനം ചെയ്യുന്നു. ആശീർവദിച്ച താലി വധുവിൻ്റെ കഴുത്തിൽ ധരിക്കുന്നതിനായി വരൻ്റെ കയ്യിൽ നൽകുന്നു. താലികെട്ടിലൂടെ ഭാര്യ സ്വയമായി ഭർത്താവിന് സമർപ്പിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്കും സമർപ്പിക്കുന്നുവെന്ന വസ്തുത വെളിപ്പെടുത്തുകയാണ് ഇതിലൂടെ. ദമ്പതികളുടെ മേൽ ദൈവത്തിൻ്റെ കൃപാവരം ചൊരിയുന്നതിനെ താലികെട്ട് സൂചിപ്പിക്കുന്നു. മിശിഹ സഭയ്ക്ക് തന്നെ തന്നെ സമർപ്പിച്ചതിൻ്റെ പ്രതീകമാണ് താലി കെട്ടുന്നതിലൂടെ സൂചിപ്പിക്കുക. വിവാഹം സഭയും മിശിഹായും തമ്മിലുള്ള സ്നേഹ ഉടമ്പടിയുടെ പ്രതീകമാണ്. സഭ മിശിഹായോട് സ്വയം വിധേയപ്പെടുന്നതിനെയും താലികെട്ട് സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ കൃപാവർഷത്തെ താലി ദ്യോതിപ്പിക്കുന്നു. ദാമ്പത്യ ജീവിതം ഒരിക്കലും വേർപ്പെടുത്താനാവാത്ത ശാശ്വതമായ ഉടമ്പടിയാണെന്ന് താലി കെട്ടുന്നതിലൂടെ വധൂവരന്മാരെ സഭ ഓർമ്മപ്പെടുത്തുന്നു. ദൈവമായ കർത്താവ് സ്ത്രീ പുരുഷന്മാരെ പരസ്പര സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന കർമ്മമാണ് താലികെട്ടിലൂടെ നടക്കുക. സ്നേഹത്തിലും വിശ്വസ്തയിലും വധൂവരന്മാർ പരസ്പരം ബന്ധിപ്പിക്കുന്നു. താലിയിലുള്ള കുരിശ് ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ദൈവത്തിൻ്റെ സ്നേഹ ഉടമ്പടിയുടെ അർത്ഥത്തിൽ മാത്രമേ താലികെട്ട് കർമ്മം മനസ്സിലാക്കാനാവൂ. ക്രൈസ്തവ വിവാഹത്തിൻ്റെ ആധാരമായ സഭയും മിശിഹായും തമ്മിലുള്ള വിവാഹബന്ധത്തിൻ്റെ മാതൃകയും കുരിശിലെ ആത്മബലിയുടെ സ്വഭാവവുമാണ് വധൂവരന്മാർ തമ്മിലുള്ള വിവാഹ ഉടമ്പടി. കുരിശിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സമർപ്പണത്തെയും വിശ്വസ്തതയെയും താലി സൂചിപ്പിക്കുന്നുണ്ട്. കുരിശ് മരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ എന്നാണ് സീറോ മലബാർ സഭയുടെ വിവാഹകർമ്മത്തിൽ സഭ പ്രാർത്ഥിക്കുന്നത്. പ്രസ്തുത പ്രാർത്ഥന താലി കെട്ടുന്നതിൻ്റെ ആന്തരിക അർത്ഥത്തെ വെളിവാക്കുന്നു. താലിയിലുള്ള കുരിശ് വധൂവരന്മാർ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. ദമ്പതികളുടെ വിശ്വസ്തതയുടെ അടയാളമാണത്. അങ്ങനെ വിവാഹം എന്നത് ദമ്പതിമാർ തങ്ങളുടെ ശരീരവും ജീവനും വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കുന്നതിനുള്ള ഒരു വിളിയായി മാറുന്നു. റോമ 12:1. മിന്ന് എന്ന പദത്തിന് തിളങ്ങുക, പ്രകാശിക്കുക എന്നാണ് പൊതുവായ അർത്ഥം. ഈ വാക്ക് ഒരുപക്ഷെ സ്വർണം കൊണ്ടുള്ള ഒരു ആഭരണം, മിന്നുന്ന ആഭരണം എന്ന അർത്ഥം സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചതാകാൻ ഇടയുണ്ട്. അരയാലിൻ്റെ ഇലയുടെ ആകൃതിയിലുള്ള മിന്ന് ഹൈന്ദവ സംസ്കാരത്തിൽ സന്താനപുഷ്ടിയുടെയും സ്നേഹത്തിൻ്റെതായുമാണ് അറിയപ്പെടുക. ക്രൈസ്തവ വിഭാഗത്തിൽ താലിയിൽ കാണുന്ന മിന്നിൽ കുരിശ് ചിഹ്നം ഉപയോഗിക്കുന്നു. ദൈവശാസ്ത്രപരമായി ആഴമായ അർത്ഥമുണ്ടിതിന്. ജീവിതകാലം മുഴുവനും ക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ചതിൻ്റെയും നിത്യസൂര്യനായ ക്രിസ്തു ദമ്പതികളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുന്നതിനെയും മിന്ന് സൂചിപ്പിക്കുന്നു. മിന്ന് സൗഭാഗ്യ ജീവിതത്തെയും ദൈവികതയെയും സൂചിപ്പിക്കുന്നു. മിന്നിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന കുരിശ് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ദാമ്പത്യ ജീവിതത്തെയാണ് പ്രതിപാദിക്കുക. ദമ്പതികൾക്ക് ലഭിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ഫലകമാണ് മിന്ന്. കുരിശിലാണ് ക്രൈസ്തവ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയ പതാക പാറുക. വധൂവരന്മാർ അവരുടെ വൈകാരിക സ്നേഹത്തിൻ്റെ മുകളിൽ നടത്തിയ വിജയത്തിൻ്റെ പ്രതീകമായിട്ടാണ് മിന്ന് പ്രശോഭിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമായും ദാമ്പത്യ ജീവിതത്തിൻ്റെ ഫലകമായും മിന്ന് കരുതാവുന്നതാണ്. ദമ്പതികൾ ഭൂമിയിൽ ആരംഭിച്ചിരിക്കുന്ന ജഡിക അഭിലാഷങ്ങളുടെ മേലുള്ള ആധ്യാത്മിക യുദ്ധത്തിൻ്റെ പ്രതീകമാണ് മിന്ന്.
വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതിന് ദമ്പതിമാർ ഈ ലോകത്തിൽ ആധ്യാത്മിക യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ ലോക ജീവിതത്തെ അതിജീവിച്ച് വിജയം പ്രാപിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരു വിശുദ്ധിയുടെ ഒരു വിളിയാണ് ഈ ദാമ്പത്യ ബന്ധം. ലോകത്തിൽ ജീവിക്കുന്ന ദമ്പതികൾ സ്വർഗരാജ്യം കൈവശപ്പെടുത്താനുള്ള അവരുടെ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന ആധ്യാത്മിക പരിചയമാണ് മിന്ന്. താലികെട്ട് സമ്പ്രദായം കേരളത്തിലെ ഉന്നത കുലജാതികൾക്കിടയിൽ നിലവിലിരുന്ന മഞ്ഞക്കുളി കല്യാണം എന്ന സമ്പ്രദായത്തോട് സാദൃശ്യം പുലർത്തുന്നതാണ് എന്ന് കരുതാം. ഹൈന്ദവ സമ്പ്രദായത്തിലുള്ള താലികെട്ട് കല്യാണവുമായി ഈ പദത്തിന് ബന്ധമുണ്ടെന്ന് കരുതുന്നതിൽ തെറ്റുണ്ടാകാനിടയില്ല. ഹൈന്ദവ സംസ്കാരത്തിലുള്ള പദപ്രയോഗം ക്രൈസ്തവ പാരമ്പര്യത്തിലേക്ക് കടന്നു വന്നതാവാം എന്ന് ചിലർ കരുതുന്നുണ്ട്. കാരണം ഭാരതീയ സംസ്കാരത്തിൽ വിവാഹത്തിന്റെ അംഗീകാരമുദ്രയായി താലിയെ കരുതുന്നു. ആദിമ കാലഘട്ടങ്ങളിൽ താലി 108 നൂലുകളിൽ ഇഴചേർന്നതായിരുന്നു എന്ന അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. 17-ാം നൂറ്റാണ്ട് വരെ മേൽപ്പറഞ്ഞ ഒരു സമ്പ്രദായം കേരളത്തിലെ നസ്രാണി ക്രൈസ്തവരുടെ ഇടയിലും നിലനിന്നിരുന്നുവെന്ന ഒരു അഭിപ്രായമുണ്ട് ഇന്നും. ചന്ദന നിറത്തിലുള്ള 108 നൂലുകൾ താലിക്കായി ഉപയോഗിച്ചിരുന്നതിനെ ഉദയംപേരൂർ സൂനകദോസിൽ ഒരു അന്ധവിശ്വാസമായി തള്ളിപ്പറഞ്ഞിരുന്നതായും അഭിപ്രായം വരുന്നു. ഉദയംപേരൂർ സൂനകദോസിന് ശേഷം താലിക്കായി ഉപയോഗിക്കുന്ന നൂലുകളുടെ എണ്ണം 21 ചുരുക്കിയെന്നും 21 നൂലുകളെ 7 വീതമുള്ള 3 ഗണമായി തിരിച്ച് ഒറ്റ നൂലായി ഉപയോഗിച്ചിരുന്നുവെന്നും അഭിപ്രായമുണ്ട്. ചന്ദന നിറത്തിലുള്ള നൂലുകൾ ഉദയംപേരൂർ സൂനകദോസിൽ വിലക്കപ്പെട്ടതിന് ശേഷം മന്ത്രകോടിയിൽ നിന്നുള്ള നൂലുകൾ എടുത്താണ് താലിമാല ഉണ്ടാക്കുക. ക്രൈസ്തവർ ഹൈന്ദവ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി താലിയുടെ ഒരു ഭാഗത്ത് കുരിശുരൂപവും മറുഭാഗത്ത് മിന്നും കെട്ടിയിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ നൂല് ആത്മാവിന്റെ അനന്തമായ പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു. ദൈവവരപ്രസാദത്തെയും ഉടമ്പടിയുടെ സ്വഭാവത്തെയുമാണ് ക്രൈസ്തവ മത സംസ്കാരത്തിൽ താലി സൂചിപ്പിക്കുക.